കഴിഞ്ഞാൽ നമ്മളോരോന്നും ചെയ്തിട്ട് ഓരോ കട്ട് ചെയ്ത് വരുമ്പം ആ ലൈനായിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ ഇതെങ്കിലും ഭാഗത്ത് പോയിരുന്നു. അതാണ് ഇതിൻ്റെ പ്രശ്നം ഇപ്പോഴത്തെ. ഏകദേശം എത്താനായി. ഇത് പെരിയ 38 ആണെന്ന് നമുക്ക് 39 പോണ്ടേ. കഴിഞ്ഞ പ്രാവശ്യം 49 എന്ന് പറഞ്ഞു പോയത് അത് ഇവിടുന്ന് ആരും പുറത്താണ്. അയാളെ വായിന്ന് നേരാണ്ട് വന്നു പോയതായിരിക്കും. 39 വരെ അങ്ങനെ ഉള്ളൂ തോന്നുന്നു. ഓരോരോ സ്റ്റേജാണ് അത്. ഇതുകൊണ്ട മലേൻ്റെ മുകളിൽ റോഡ് പിന്നെ ഉരുൾപൊട്ടിയിട്ട് പോകാൻ വേണ്ടി ഓരോന്നും വേണ്ട. ചൂടിൻ്റെ വെച്ചാൽ നല്ല ചൂടാണ്. പക്ഷേ നല്ല തണുത്ത കാറ്റുമാണ്. നല്ല ഫ്രിഡ്ജിൽ വെച്ച പോലെ. അതുകൊണ്ടാ 39 പെരിയ കഴിഞ്ഞ് നമ്മളെ സ്ഥലത്തേക്ക് കേട്ടോ. ഈ ഒരു വളവ് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ. ഇവിടെ ഹോട്ടലിൽ അധികം അപൂർവ കുറവേ. ഹോട്ടൽ അങ്ങനെ ഇല്ല കേട്ടോ. ഇവിടെ ഈ ഒരു ഹോട്ടൽ മാത്രമേ ഉള്ളൂ. അതാകുമ്പോൾ എല്ലാം തമ്മിൽ തുറക്കുമില്ല. നമ്മളതായി വളവ് കഴിഞ്ഞാൽ നമ്മളത് ഭഗവതിനെ മുന്നിലേക്ക് എത്തി. പ്രിയ പരിജനങ്ങളെ, നല്ല നമസ്കാരം. നമ്മൾ കണ്ണൂരായിരുന്നു ഉണ്ടായത്. വയനാട്ടിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് കണ്ണൂരിലേക്ക് പോയതായിരുന്നു. പിന്നെ ഇത് മടങ്ങുവാണ്. ഈ അങ്ങുണ്ട് നിങ്ങൾ അത് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ അങ്ങനെ ഓണാക്കിയതാണ്. അങ്ങ് അത്രയും കാട്ടുപുഷ്പങ്ങൾ പൂത്തതാണ്. ചെടികളും പൂത്തി അന്നാന്നറിയ സുഗന്ധം ഇതിൽ കൂടി പോകുമ്പോൾ. ഞാനിപ്പം നെടുമ്പേ ചുരം കയറിക്കൊണ്ട് നിൽക്കുവാണ്. മാനന്തവാടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചുരം കയറിക്കൊണ്ട് നിൽക്കുവാണ്. എന്നാ സുഗന്ധം എന്നറിയാം. എല്ലാം പൂത്തിട്ട് വരുമ്പോൾ എന്ന് വെച്ചാൽ രാവിലെയും രാത്രിയും വരണം. ഓ വല്ലാതൊരു സ്മെല്ലാണ് അത്. എന്ന് വെച്ചാൽ ഈ മഞ്ഞും കൂടി വീഴുമ്പോൾ അത് വേറെ തന്നെ സ്മെല്ലാണ്. ഏതെല്ലോ പുഷ്പങ്ങളെ സ്മെല്ലാണ് കേട്ടോ. എന്നാൽ കുരങ്ങൻ പടിപോലെ പിന്നെ ടോക്കടിച്ചതാ. എടാ ഇതിനെ കട്ടോണ്ടോടാ. കുരങ്ങെ നിന്നിട്ട് നോക്കുന്ന ഓറ. അപ്പോൾ ഞാൻ പറയാ കാറ് നിർത്തിയിട്ട് നിന്നെ പിടിച്ചോണ്ടോ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങ് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വരയാൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ്. അതിൻ്റെ മൂലസ്ഥാനം അങ്ങ് കാട്ടിൻ്റെ ഉള്ളിലുണ്ട്, മഹാകാളീൻ്റെ. അപ്പോൾ മഹാകാളിയുടെ മൂലസ്ഥാനം അങ്ങക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ അവിടെ ഉള്ള ഈ കുറിച്ചി സമുദായത്തിലുള്ള ആരും ഉണ്ട് അവിടെ. അപ്പോൾ അവർ കൂട്ടിക്കൊണ്ട് കാണിച്ചു തരാൻ പറഞ്ഞു. പക്ഷേ അപകടം പിടിച്ച വഴിയാണ്. ആനയും പുലിയും ഒക്കെ ഉള്ള സ്ഥലവുമാണ്. കാരണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കാളി, ചെറിയൊരു കാളിയുടെ ക്ഷേത്രമാണ് എന്നാണ് പറഞ്ഞത്. പോകുന്ന വഴിക്ക് ആനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം പോകാൻ. അതാണ് സംഭവം. പിന്നെ പ്രൈവറ്റ് ആണോ അല്ലെങ്കിൽ ഗവൺമെൻറ് ആണോ എനിക്കറിയില്ല. അറിയാത്ത കാര്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ ചുരത്തിൻ്റെ സൈഡ് പണി ഇങ്ങനെ നടന്നുകൊണ്ട് പോകണ്ട. കോവിൻ്റെ നല്ല ഇടിഞ്ഞു പോകുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. എന്നാലും കുറച്ചും കൂടി റോഡ് വീതി വന്നു. എത്ര കൊല്ലമായി എന്നറിയാം ഇങ്ങനെ ചെണ്ടി ഇങ്ങനെ പോയതാണ്. ഫസ്റ്റ് ടൈമേ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമുണ്ടാവില്ല. ഒരു പിടുത്തുണ്ടാവും മണ്ണിന്. ഇത് കണ്ട ചെവിടി മണ്ണത്തെ മണ്ണാണ്. അതിൽ ചിലപ്പോൾ അളി അങ്ങ് ഇടിഞ്ഞ് വീണ് പോയി വരും. കുറച്ച് കഴിയുമ്പോൾ ഒരു മഴ വരുമ്പോൾ നിങ്ങൾ കണ്ടോ ചിലപ്പോൾ ഇതൊന്നും അവിടെ ബാക്കി ഉണ്ടാവില്ല. ഇതാ ഇതിൽ റോഡാക്കുന്നുണ്ട് മുകളിലേക്ക്. എടുത്തേക്കാമോ അല്ലെ മണ്ണെടുക്കുന്നതാണ്. അപ്പോൾ മണ്ണെടുക്കുന്നതാണ്.
ഇവിടുന്ന് എൻ്റെ ടയറ് ആദ്യം ഒന്ന് പൊട്ടിയത് എൻ്റെ അമ്മേ. വളരെ ഡേഞ്ചർ. ഈ മൊന പോലെ ഇടാം കരിങ്കല്ല്, അതിന് മുകളിൽ സംഭവിച്ചു പോയതാ. വഴിക്കെല്ലാം ചെക്കിംഗ് ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ കഞ്ചാവും മയക്കുമരുന്നെല്ലാം കൊണ്ടുപോകുന്നതുകൊണ്ട് ബൈക്കൊക്കെ എന്ന് വെച്ചാൽ താമസിച്ച് ചുരത്തിൻ്റെ മുകളിലും താഴലും അല്ല, ഇത് മാനന്തവാടി ചുരത്തിൻ്റെ മേലെയും താഴെയും എല്ലാം ചെക്കിംഗ് ആണ്. രണ്ട് വണ്ടി പോലീസുകാർ അപ്പുറത്തുണ്ടാകും. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അല്ല, അവരത് നല്ല കാര്യം തന്നെയാണ്, മോശമെന്നല്ല പറഞ്ഞത്. നമ്മൾ ചുരം കയറി കഴിഞ്ഞു കേട്ടോ. ഇനി ഇതേപോലെ എന്ന് വെച്ചാൽ തലപ്പുഴ എത്താനാകുമ്പോൾ അവിടെയും ഇതുപോലെ തന്നെ ആ ഒരു വളവിൽ അത് മാനന്തവാടി റേഞ്ചിൽ വരുന്ന അങ്ങനെ പോകും. ഇത് മാറിയില്ലേ, കണ്ണൂർ. ഇപ്പോൾ കണ്ണൂർ ജില്ലേൻ്റെ മാറി, അത് കണ്ണൂരായിരിക്കും. ഇത് മാനന്തവാടി. വയനാട് ജില്ലേൻ്റെ ആ ഒരു ഏരിയയിലേക്കും ഇവിടെ ഇങ്ങ് നിൽക്കുന്നത്. ഞാനിപ്പോൾ 2-3 ദിവസമായിട്ടുള്ളൂ അങ്ങോട്ട് പോയിട്ട്. ഞാൻ ഇടുക്കിക്ക് പോയതാണ്. പക്ഷേ ഇടുക്കിക്ക് പോയിട്ട് ഇനിയിപ്പോൾ 2-3 സമയത്ത് വീണ്ടും ഇതെല്ലാം എടുത്ത് ആദ്യം വാങ്ങി വരണം ഉടനെ. ഈ വൈഫൈയുടെ ചെറിയ പ്രശ്നമുണ്ട്. എൻ്റെ അടുത്ത് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക്. എൻ്റെ കയ്യിലൊരു വൈഫൈ ഉണ്ട്. അത് എന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, സ്പീഡ് കിട്ടുന്നില്ല. പറയുന്നു നിങ്ങളോട് നമ്മൾ ട്രാവലിംഗ് വീഡിയോ ആണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ചിലരോട് പറഞ്ഞു നിങ്ങളെന്താ ഈ വെറും വണ്ടീനെ മാത്രം കാണിക്കുന്നത്, ക്ഷേത്രത്തിന് കാണിക്കാൻ വേണ്ടി പേര് ആദ്യം വായിച്ചു നോക്കുക. പുണ്യയാത്ര വന്ന്, അതായത് പുണ്യമായ സ്ഥലത്തേക്കുള്ള യാത്രയാണ്, മനസ്സിലായില്ലേ? പുണ്യയാത്ര എന്നാണ് പേര്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുണ്യമായിട്ടുള്ള സ്ഥലത്തേക്കുള്ള യാത്ര. ആ യാത്ര മധ്യയുള്ള കാഴ്ചകളാണ് കാണിച്ചു തരുന്നത്. പിന്നെ ആ യാത്ര എവിടത്തേക്കാണോ പോകുന്നത് ആ സ്ഥലത്തുള്ള യാത്രയും. അല്ലാതെ നിങ്ങൾക്ക് ക്ഷേത്രം മാത്രം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയ സ്പോൺസർ ഉണ്ടാവണ്ടേ, നല്ല എനിക്ക് ഇതാകാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഈ ട്രാവലിങ്ങിന് പോലും ഓരോ ക്ഷേത്രങ്ങൾ സഹായിച്ചിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ചില ക്ഷേത്രങ്ങൾ എന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്തിട്ട് 10 പൈസ വരില്ല. 5 ദിവസം ഷൂട്ട് ചെയ്തിട്ട് 5 ദിവസം 6 ദിവസം 7 ദിവസം ഷൂട്ട് ചെയ്തിട്ട് ചില ക്ഷേത്രങ്ങൾ നമ്മൾ പറ്റിച്ചിട്ടുണ്ട്, അറിയോ? അതൊന്നും ക്ഷേത്രത്തിൻ്റെ കണക്കൊന്നും കൂട്ടാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോലത്തെ ഒരാളെ അവർ പറ്റിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ നടക്കുന്ന മുഴുവൻ ഉടായ്പാണ്, ഒരു സംശയം വേണ്ട. ഞാൻ വെറുതെ പറഞ്ഞൊന്നല്ല, നിങ്ങൾ ഏത് ആചാര്യന്മാരോട് ചോദിച്ചോളൂ, ആ ക്ഷേത്രത്തിൽ നടക്കുന്നത് മുഴുവൻ തട്ടിപ്പാണ്. കാരണം എന്നെപ്പോലത്തെ ഒരാളത് ചെയ്യാൻ അവർ ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടർ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നുണ്ടാവില്ലേ പലതും പറഞ്ഞിട്ട്. അതിനെ പറ്റിയ ശാന്തിയും കൂടി ആണെങ്കിൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ശാന്തി എന്ന് പറയുന്നത് എന്നാൽ മറ്റുള്ളവർക്ക് ശാന്തി നൽകുന്നവനാ ശാന്തി. ആ ശാന്തി അശാന്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നല്ല പൂക്കളും മണത്തിട്ടുള്ള നല്ല സ്മെല്ല കേട്ടോ. നല്ല വേറെന്തോ സ്ഥലത്ത് കൂടി പോകണോ അത് ഫീലാവും. ഇതിനുള്ളിൽ മണിക്കൂർ ഒരു മണിക്കൂർ നിങ്ങൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ബോഡിയിലുള്ള എല്ലാ മാലിന്യം പോകും. നിങ്ങൾ വേറെ എവിടെയും പോകണ്ട, ഇതുപോലുള്ള സ്ഥലത്ത് പോയാൽ മതി. ഇതുപോലെയുള്ള സ്ഥലത്ത് പോയാൽ തന്നെ നിങ്ങളെ ഈ നെഗറ്റീവ് പോകും. ഇപ്പോൾ അമ്പലങ്ങളെല്ലാം മാക്സിമം മുക്കാഭാഗം കച്ചവട കേന്ദ്രമായിപ്പോയി. കാരണം ആദ്യത്തെ കമ്പനിക്കാരെല്ലാം പെരുമാറ്റം കണ്ടു നിങ്ങൾ എന്തായിരുന്നു. ഞാൻ തന്നെ 2-3 ദിവസം മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലത്തെ ഒരു കമ്പനിക്കാർ ഞാൻ ഇന്നുവരെ കണ്ടില്ല, എന്നാ സ്നേഹം. പക്ഷേ ഉത്സവം കഴിഞ്ഞിട്ട് നമ്മളെ ആ ഒരു യാത്ര ചോദിക്കാൻ പോക്ക് ഓരോ സ്വഭാവലങ്ങ് മാറി. അപ്പം അതാ പറഞ്ഞേ, കാരണം നമ്മളെപ്പോലത്തെ ഒരു ആചാര്യനെ അത് ആ ഒരു ലെവലിലാണ് വില കൽപ്പിച്ചിട്ടുള്ളത്. നമ്മളെ കൈവോട്ടായിട്ടാണെന്നോ അല്ല എന്തുകൊണ്ടാണെന്നോ നമുക്കറിയില്ല. നമ്മളോട് കാണിക്കാൻ അങ്ങനെ കാണിക്കുന്നതാണെങ്കിൽ മറ്റുള്ളവരോട് എന്ത് കാണിക്കും എന്നാണ് നമ്മുടെ ചോദ്യം. സാധാരണ പോലത്തെ ഒരാളോട് അവർ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പിന്നെ പെരുമാറുക.
പല കള്ളത്തിലും പറഞ്ഞ് പേടിപ്പിച്ചിട്ട് പലതും ചെയ്യിപ്പിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ നെഗറ്റീവും കൂടി നിങ്ങളെ തേടി വരിക ചെയ്യുക. സൂപ്പർ പവറുള്ള ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട്, നിങ്ങളത് തേടി പോകുക. ഇപ്പം നമ്മളിപ്പം പോകുന്ന പരിയാലും ഭഗവതി ക്ഷേത്രം, അവിടെയുള്ള ഓരോ ആൾക്കാരും പെരുമാറ്റം കണ്ടപ്പോൾ നമുക്കൊരു വല്ലാതെ ഇഷ്ടം തോന്നി. ഞാൻ ഇതിന് മുമ്പിട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നമുക്ക് വീണ്ടും പോകണം തോന്നിപ്പോയ സ്ഥലങ്ങളായതല്ല. അതിൽ ഒരു കിടം മതി, ബാക്കിയുള്ള എല്ലാം നശിച്ചു പോകാൻ മതി. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് കട്ടുപോയാൽ ബാക്കിയുള്ള എല്ലാം കിടും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമുക്കിപ്പോൾ 12 മണിക്കെത്താൻ പറഞ്ഞാൽ 1 മണിയാകാനായി. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മറ്റൊരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല നമസ്കാരം. നമുക്ക് ബാക്കിയൊന്നും കാഴ്ചകളുണ്ടെന്ന് നമുക്ക് പറയാം. നമ്മളിപ്പോൾ പോകുന്നത് പറയാമല്ല, അതിന് ശേഷം 6 അടി ആയിട്ടുള്ള ഒരു ശിവക്ഷേത്രത്തിൽ പോകാനുണ്ട്. അതും നമുക്ക് നോക്കിയിട്ട് പോവാം കേട്ടോ. സമയം ഉണ്ടെങ്കിൽ നമുക്ക് പോവാം, അത്രേ പറയാൻ കഴിയും. അത് സൺഡേ ആണ്, വൈകിട്ടാണ് അവിടെ നട തുറക്കാറ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റുവാണെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ നമുക്ക് മറ്റെവിടെയെങ്കിലും റൂമെടുത്ത് നിന്നിട്ട് നാളെ അങ്ങനെ നോക്കിയിട്ട് പോവാം. രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കണ്ണൂരിലേക്ക് തന്നെ വരേണ്ടി വരും. ഇപ്പം അവിടെ കണ്ണൂർ രാജ്യക്ഷേത്രത്തിൽ അതിൻ്റെ സീറ്റും കാര്യങ്ങളും മുളയൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞ മഴക്ക്. ഇപ്പോൾ ഇതിനിടെ ദിവസം മഴയുണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയതാണ്. മൊത്തം പണിയിട്ട് പോയി, ആരുമില്ല. അപ്പോൾ നമ്മളെ ഏൽപ്പിച്ച് പോയതാണ്. അപ്പോൾ നമ്മൾക്ക് അത് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കയ്യിലോട്ട് പൈസയുണ്ട്. ഏകദേശം ഒരു 10-15 രൂപയോളം കൈക്ക് കാണണം. കഴിഞ്ഞ പ്രാവശ്യം അത് ശരിയാക്കിയിട്ട് ആ കുട്ടിക്ക് നമ്മൾ ഏകദേശം ഒരു വിഭിന്ന വന്ന കുട്ടിക്ക് നമ്മളെ കൂടെ കേദാർനാഥിലേക്ക് വന്ന കുട്ടി ഉണ്ടല്ലോ, അവന് പന്തലിൻ്റെ പണിയാണ്. അപ്പോൾ അവൻ പന്തൽ ശരിയാക്കി തന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇനി ഞാൻ പൈസ കൊടുക്കാനുണ്ട് 8000 രൂപയോളം. 12,000 രൂപയാണോ 10,000 രൂപ മതി എന്ന് പറഞ്ഞ് 2,000 രൂപ ഞാൻ കൊടുത്തു. ഇനിയിപ്പം ബാക്കി 8,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ 1 കൊല്ലമായി, ശരിയും കൊടുത്തിട്ടില്ല. 1 കൊല്ലം പോരാ, 2013 മോൻ ശരിയാക്കിയതാണ്. ഇവിടുന്ന് കാട്ടിലുള്ളൊരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട് കേട്ടോ, കാട്ടിൻ്റെ ഉള്ളിൽ. അത് നമുക്ക് ഇതിനെ ആരോ കാണിച്ചു തരാൻ പറഞ്ഞു, പറ്റിയില്ല. നല്ല നമസ്കാരം. നമുക്ക് ഇതെല്ലാം കാണിച്ചു തരുന്ന നല്ല പ്രശ്നം. കാരണം നിങ്ങളങ്ങനെ കാട്ടിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നരിയും പുലിയെല്ലാം കയറി പിടിച്ചാളി, ആനയെല്ലാം ചവിട്ടി കൊട്ടിക്കളിയാണ്, നല്ല കാഴ്ചയുണ്ടാവും. നല്ല ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വിഷമിച്ചു പോകും. നമ്മൾ പോകുന്ന പോലെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മളിപ്പം പെരിയ 34 കേട്ടോ, 39 നമുക്ക് പോകേണ്ടത്. ഈ പാലത്തിൻ്റെ അടുത്ത് അങ്ങോട്ട് വഴിയില്ല, വഴിയെ കൂടി അങ്ങോട്ട് പോയാൽ മതി. ഇവിടുത്തെ പറഞ്ഞു അറിയില്ല ഇപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ നല്ല നമസ്കാരം. നമുക്കതിന് പെരിയ ഇവിടെ ഒരു കുരിശുംപള്ളിയിൽ ഇതൊക്കെ കാണും. ഒരു പള്ളിയുണ്ട് അവിടെ, നേരെ മുല്ല വരുക വരിയാൽ. കൊറേ കണ്ടങ്ങൾ അമ്മൂൻ്റെ നട തുറന്നിട്ടാണ്. ആൾക്കാരുണ്ടാവും, ചൊവ്വയും വെള്ളം നല്ല ആളാണ്.
അങ്ങനെ നമ്മൾ എത്തിയാ നമ്മളങ്ങനെ ക്ഷേത്രത്തിലെത്തി. അപ്പം നല്ല ആളുണ്ട്. ഇപ്പം ഇനി ആൾക്കാർക്ക് വന്നുകൊണ്ട് നിൽക്കും ഇങ്ങനെ. അതല്ലേ, ആൾക്കാർ വന്നുകൊണ്ട് നിൽക്കും അല്ലേ? ഇത് നമ്മളെ മോനാന്നേ. പേര് പറ. കിരൺ. അതാണ് കിരൺ. ഇവിടുത്തെ ദൈവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നടക്കുന്ന ആളാണ് അല്ലേ? അപ്പോൾ നമ്മളിന്ന് കാട്ടിൽ പോകുന്നില്ലേ? പേടിയുണ്ടാ? അവൻ പേടിയാണ്. ഇപ്പം നല്ല നമസ്കാരം. നമ്മൾ ബാക്കിയുള്ള കാഴ്ചകൾ പിന്നെ കാണിച്ചു തരാം കേട്ടോ.